സഹജമതായി വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുവേഗാനാഗതനായി വിമലശുചിയും ഈഹയുള്ള മഹിമാവിയും ദൈവജനത്രീ കന്യകയ മറിയാമീനം വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ ഉടയോനാമശിഹ നിജമൃതിയാലി വർത്തൻ മൃതിയെ മെതിച്ചു വിഹരിച്ചോറി അപ്പരിപാലനപ്രത്വൈക സവിതാവോടൊപ്പം ജീവനിലും ൃക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശേഷം
ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാപ്പോൾ ജാതികളിടയിൽ ബോധലസീമയതോളം നല്ലേവൻ ഗേയോ കൈക്കൊള്ളുവോ ഒക്കയിലും ഭാഗ്യമിതം അറിയിച്ചു സ്വർഗമഹാരാജ്യം. സ്ത്രീയന്മാരുടെ നടപ്പുകളുടെ പരിശുദ്ധ സ്ത്രീയന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ആബിബായി ബാറക്കുമോ. സ്നേഹാളിയുടെ സ്ത്രീയും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്ത് വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീനെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊള്ളുന്നവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരുടെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ആബിബായ് ബാറക്കുമോ. വേറൊരുവൻ വന്നറിയിച്ചോ മാനവരെങ്കിലും മാതൂതൻ താരേക്കും സ്വയം ശാപം പലതരമുപദേശങ്ങളോ പാരമുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം കൈക്കും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. നമ്മുടെ വേദനകളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് തന്നെ അവൻ ലോകത്തിന്റെ സ്ഥാപനം മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിനോ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ പൂർണ്ണ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നിച്ചായി തീരേണ്ടതിനു എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം
മുൻ നിയമിക്കപ്പെട്ടത് മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷിതാവായ തന്നെ സ്തുതികളും നാമങ്ങളും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് വിപ്രകാരം സംഭവിച്ചു. യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതായി കേട്ടിട്ട് യേശു തമ്പുരാൻ അവിടെ നിന്ന് ഗലീലായിലേക്ക് പോയി. നസറേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ കടൽ തീരത്ത് കഫർനഹൂമിൽ ചെന്ന് പാർത്തു. കടൽ തീരത്തെ വഴിയും യോർദാന്റെ തീരങ്ങളും പുറജാതികളുടെ ഗലീലായുമായ സെബൂലൂൻ നഫ്താലി ദേശങ്ങളിലുള്ള അന്ധകാരത്തിലിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മൃത്യുവിന്റെ ദേശത്തും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു. എന്തിപ്രകാരം യേശായ ദീർഘദർശി പറഞ്ഞത് ഇതിനാൽ നിവൃത്തിയായി. അതുമുതൽ യേശു തമ്പുരാൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കൊണ്ട് മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിപ്പാനും പറയുവാനും തുടങ്ങി. അവൻ ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ കീപ്പ എന്ന് വിളിക്കപ്പെട്ട ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ് എന്നീ 2 സഹോദരന്മാർ കടലിൽ വലയിടുന്നതായി കണ്ടു. അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാമെന്ന് പറഞ്ഞു. അവർ ഉടനെ തങ്ങളുടെ വലകൾ ഉപേക്ഷിച്ചിട്ട് അവനെ അനുഗമിച്ചു. അവൻ അവിടെ നിന്ന് പോയി സബദിയുടെ പുത്രൻ യാക്കോബ്, അവന്റെ സഹോദരനായ യൂഹാനോൻ എന്നീ മറ്റു സഹോദരന്മാർ പിതാവായ സബദിയോടുകൂടി കപ്പലിൽ ഇരുന്ന് തങ്ങളുടെ വലകൾ നന്നാക്കുന്നതായി കണ്ടു. അവരെയും വിളിച്ചു. ഉടൻ തന്നെ അവർ പടകിനെയും അവരുടെ പിതാവിനെയും ഉപേക്ഷിച്ചിട്ട് അവനെ അനുഗമിച്ചു. ബാറക്മോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഭവിക്കട്ടെ. ഞാൻ ദർശിച്ചില്ല ധാർമ്മികനാം യൗസേപ്പാന്നു നസറേൻ രാജാത്വം മനിതൻ മോശ വിഭാഗിച്ച വഴിയാൽ വാരീതി അഗ്നിയിൽ നിന്നും രക്ഷിതരായി തങ്കത്തെ കാളാതു കാമ്യം
മധുവിലും മധുരം പാരം ദൈവാരാധനേ സ്നേഹി ധന്യൻ സമൻഗാലോസ് ബാറക്കുമോ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും നിന്റെ ശുദ്ധീകരിക്കുന്ന ബലിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കാഴ്ച വാഴ്ത്തപ്പെട്ടതും മാധുര്യ ഫലം മഹത്വമുള്ളതുമാകുന്നു. സ്ലീബായിലേക്ക് കരേറി ഞങ്ങളെ രക്ഷിക്കുകയും ഭൂമജന്തുക്കളുടെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാടിന്റെ കുട്ടിയായ കുഞ്ഞാടാകുന്ന കർത്താവിന് സ്തുതി. തനിക്ക് ദൈവികമായ ഈ സ്തോത്ര ബലി സമർപ്പിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാളുകളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലഹൂൻ യൗമോ സോധായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകിയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകിയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകിയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകിയും ബഹുമാനപ്പെട്ട ഈ ആചാരണ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. എങ്കിലോ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും നീ മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദേവദൂതി ഞങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോട്ടുള്ളവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോട്ടുള്ളവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം പകരണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിനീർ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവും വിമോചകനും ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവം തമ്പുരാനേ, സകല കഠിന ശിക്ഷകളെയും ദയാപൂർവം ഞങ്ങൾ കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിൽ ഞങ്ങളെയും അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ
ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്കും നൽകണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുലസ്ബാൻ ലോൽമീൻ. ആമീൻ. പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി കൈക്കൊള്ളുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ദാസരാകുന്ന പാപികളായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപം കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധ മദ്ബഹായിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ കുറ്റങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കുർബാനകളും ബലികളും നിനക്ക് സമർപ്പിക്കാനും ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് അംഗീകരിക്കപ്പെട്ട ബലിയായി തീരുവാനും ഉത്തമനായ നിന്റെ ഊഹ ഞങ്ങളുടെ മേലും സമർപ്പിതമായിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിന്മേലും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിന്റെ മേലും ഞങ്ങളുടെ കർത്താവായ ശംശിഹ മൂലം വസിപ്പാനും ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഹോശോ വബകുലസ്ബാൻ ലോൽമീൻ. ആമീൻ. കർത്താവിന്റെ ശുശ്രൂഷകൾക്കും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മന്നാലോഹൻ കാബേൽ ഹോസോയോദ് ഹൗദേശ് വഖോനോദാത്തോഹിം അത്രൈഹോൻ നൽമലവലാം മൽമീൻ. ആമീൻ. ഹേനോ അബ്ദോ മഹീലോ ഹാത്തോയിനി വിമാൻ ഹാദീസ് ആബോ കാദിശോ ആമീൻ. കാദിശോ ആമീൻ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോട്ടുള്ളവരുടെയും പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോട്ടുള്ളവരുടെയും ആത്മാക്കളുടെ മേലും മനസ്സിലേതോ കരുണ ചെയ്തുകൊണ്ട് തന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നു. ആമീൻ. ബാറക്കുമോ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നേയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വതാമാന്ത്രമായ മനുഷ്യനും മനുഷ്യരായ ഞങ്ങൾക്കും ജനരക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി നിസ്സർവഹായ ദേവമാതാവും വിശുദ്ധ കന്യക മറിയമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും
തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിസ്തയമുള്ള റുഹായിലും കാതലികവും ശ്ലൈഹികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളും ശ്രേഷ്ഠരുമായുള്ളവരെ, ഈ പരിശുദ്ധ ബലി ദൈവസന്നദ്ധിയിൽ കൈക്കൊള്ളപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങളേറ്റു പറഞ്ഞ് വർഷോട് ഉയർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. സമയം തന്നെ കരുണാസമയം ദവിയിലേറിയതാ ഇന്നിപ്പോ ഈ ആചാര്യം അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേത് കരുണയുടെയും ആലിവിന്റെയും സമയം താ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ സവിതരുമാ സമയം ആദിനാസോ ധരേ വരുവേ നീടാ Stavangaloos
കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂലസ്ബാൻ ലവൽ ബീൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ശുഭനത്താൽ ഓരോരുത്തവനും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഈ സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമേ. ആർക്കുമാർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കുന്നു. ഹോശോ അബുകൂലസ്ബാൻ ലവൽ മീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തിരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ മബുകൂലസ്ബാൻ ലവൽ ബീൻ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശീഹാ തമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു.
കർത്താവേ, തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോട് ഒരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവ് തിരുനാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് വാഴ്ത്തി കൂദാശ ചെയ്തു. മുറിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരം എന്നതിനെ നാമകരണം ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് വാഴ്ത്തി കൂദാശ ചെയ്തു. അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് തന്നെ പൂർത്തിയാക്കി. ഞാൻ വരുന്നതുവരെ എന്റെ സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് ഇവ പരിശുദ്ധ സ്നേഹന്മാരെ കർത്താവ് ഭരമേൽപ്പിച്ചു. ദോസേനോ ഗമനം വാഴ്വരുളുക കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവരും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ നിന്റെ പരാഗമനത്തെയും മനസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതായി ലാഭോ കാതമറോ സർവശക്തിയുള്ള പിതാവാം ദൈവമേ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര സംഭ്രമജനകവുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഉത്തരമരുളണമേ. കർത്താവേ, ഉത്തരമരുളണമേ. കർത്താവേ, ഉത്തരമരുളി. ദൈവതോ നീ എന്റെ മേൽ കരുണ തോന്നീണമേ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവകടങ്ങളുടെ പരിഹാരത്തിനായിട്ട് തീരുകയും തന്മൂലം അവർ നിത്യജീവൻ അവകാശിക്കുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബാറയ്ക്കുമോ ഇന്നമേ ആഷ്കാദ് നമ്മുടെ അദൃശ്യന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള അദ്ദേഹത്തിന്റെ വൃഷസഭകളെയും മേച്ചു ഭരിക്കുന്ന ശുദ്ധമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന പാത്രകേസന്മാരായ അബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും അബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും അബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നടമേപ്പെട്ടക്കാരൻ അബൂന്മാർ ഐറേനിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സ്ഥല എപ്പിസ്കോപ്പുമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ താനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാർക്കിമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകൾ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികവും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താൽപര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യാഭ്യത ഉണ്ടാവാനായിട്ടും
അവർ സുഖലോലായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും തന്നെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃത്തുമുള്ളവർ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യന ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചകളെയും ഞങ്ങൾ നിന്ന് ദൂരീകരിക്കണമേ. കരുണയില്ലാത്ത ദിവന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മൗത്തമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യാനികയും ഭാഗ്യവിധിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നിപ്യന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഈവൻഗേലിസ്തന്മാരെയും സാധേന്മാരെയും ഔദാനന്മാരെയും ഭാഗ്യവാനും തലേജമാനന്റെ മുന്നോട്ടുകാരനുമായ മാർയുഹാനോൻ മബ്ദാനെയും ഷമാശന്മാരിൽ പ്രധാനിയും സഹോദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മൗത്തമുള്ളവനുമായ മാസേഫാനിയൂസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസിനെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പാർക്കുമോർ സ്നേഹിയും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുൻകൂട്ടി ഇന്നത്തെ പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും ക്രിസ്തുദീനോസ് പോലീസിലും എപ്പേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസനദോസുകളെയും അവരുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിന്റെ 1ാമത്തെ പ്രധാന ആചാര്യനും ഉണ്ണിവാനും ശ്രീകായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമിയോസും ദിവന്നാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫിലസിനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നു വന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പരിശുദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മീച്ച സ്ഥലവും മറിയാൻ സംശയം കൂടാതെ മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസും മാർ സേറിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് ദാനായും മാറാപ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖന്മാരി തലവനായ മാർ ബർസവുമായും മാർ ഷെമോൻ ദുസ്ത്രീയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരിയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീയാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അവരുടെ സകലചടകളെയും ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തെ മുൻകൂടെ നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരവുകളെയും അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വരാജ്യത്ത് ചേർത്തുകൊള്ളാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ഗ്രീനായസോൻ എന്നിട്ട് പറയണം. കരുണയോടെ ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ നീ കടാക്ഷിക്കണമേ. അവരുടെ കടങ്ങൾ പരിഹരിക്കണമേ, തെറ്റുകൾ ക്ഷമിക്കണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ നിറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകലമനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെയും അറിവോടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ഓരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ പരിശുദ്ധ കുർബാന വഴിയായും മാത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ മബ്കൂലസ്ബാൻ ലൗൽമീൻ. തലമുറ തലമുറകളായി സകല തലമുറകളെയും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. നമ്പർ 281. Sapayam priya isna nata Hallelujah.
ബാരയ്ക്കുമോ കുരിയായിസോ വന്യകേ സംസംഗാരികൾ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ദോഷത്വങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തു പോയിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോറണക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിനു മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആടുകളെയും വലതു കൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്ദവും മന്യവും സാരാംശങ്ങളൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നണമേ, അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ സഹായമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ആയിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള സഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയെന്ന് പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ കഷ്ടാത്ഭവങ്ങളാൽ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കി തേക്കുന്ന ജീവനുള്ളവരും പരിശുദ്ധനുമായ ഏകറൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നു വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. വസുതന്മാരായിടുവാൻ മാറിയോർക്കീണം പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വതരാജി സ്വർഗത്തെ നീതിക്കുന്ന ചേതന്മാരെങ്ങി വരോപ്പം ദേവസുതൻ ആശ്വാസമാകീടും മുറിയോറായ മേലു
നാൾ സ്തുതിയുണ്ടു രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യാ വലമായി രാജഭാമിനിയും ജനമോർക്കായും ബാരക്കുമോ ജനമേ സുഖം ഞങ്ങളിവാഗ്നം പകരപേക്ഷയാണ് കേളം സോമങ്കാലസ്കുലായി സ്വീകരണം നേടി ദൈവത്തിൻ മാതാവാ ശാപത്തി നീക്കിയ ശാമങ്ങൾ സഭയിലുമേന്നും വാണി ദാനേരാത്മജനോ ഗാപ്യത്തി കേണമേ ബാരക്കുമോ സുബ്ഹാനാ ബോലബ്റോ വൽറൂഹ ഖദീശാ ോപീഗതം സവിധം വേതവതരണം ചേതാകന്യകത ഉദരേവാണോനി മേരെ സാത്താൻ അടിമയിൽ ഏറ്റിടുവാൻ സ്തോത്രം ോറാനീശോ കുരിശും മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും കോപത്തിൻ അടികളയും മാഴ്ചീടും ഇതിമാൻപന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ വർദ്ധിക്കുമവർ തുഷ്ടി പുഷ്ടികളും പാർക്കുമോ والروح قاديشا ഒരുപോലെങ്കും മാർത്തോമാസ്ലീഹ പ്രാർത്ഥന ഭാഗ്യം നേടിയാർക്കും ഭാഗ്യം ശ്രീകാർക്കും ഭാഗ്യം സഹദേക്കും പുനരുത്താരതിനെ പാർക്കുമോ والروح قاديشا കാംക്ഷിച്ചൊരു സാരി വാളാൻ ചിറകുകൾക്കു ഉന്നത പാദമേരി
Muriorane Melinu Adari യോഹാനോൻ മാംദോനോ സൽഗുണനിധി സ്മൃതി കൊണ്ടാടും സഭയെ അനവരതം നിന്നാദന്തേ ശമവും ശാന്തിയും മാമാരാട്ടി കാത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയിടും നിന്നയവാന്മാരും ഹാലി ഹാലി നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവീതിനെയോർത്ത് പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയും പാലിക്കുമോ മിൻവോലം വാദാമിൽവോലം മീനാമി ശുചിയുടെ ശുദ്ധ്യാവസ്തുനിശ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനധാരങ്ങൾ മാനവരൊത്തു വസീകേണം സൗമംഗലസ്ഫുരീലായിസോ ദൈവം സൃഷ്ടിച്ച സൃഷ്ടാവോടു തുല്യം സൃഷ്ടിയായി മൺമയനുദ്യാനത്തിൽ തരുവിലയിൽ പോയി വന്നിടും അതു കാണുവാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കോരും നീരൈമാർ മണ്ണിനുയർച്ചയിലാശ്ചര്യം പാലകുമോ ചാരത്തും കൈക്കൊണ്ട് അഹരോൻ മോശയോടും നീച്ച സ്കറിയായ്ക്കതു നൽകി മോശ യോഹന്നാൻ കർത്താവിനും കർത്താതൻ സ്ലീഹൻ മാർക്കും നാരാ സൃഷ്ടി വിഭാഗങ്ങൾ കീകി സ്ലീഹന്മാർ മുടികൾ മുടഞ്ഞവർ നിരനിരയായി നിർമ്മലരായി പരികർവിപ്പോൾ ആചാര്യർക്കവ ചൂടിയിടും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാകളോ ഹല്ലേലൂയ പൂക്കുന്നതു വയലിൽ പൂച്ചെടി പോലെ പാറിക്കുമോ മിൻവാലം വാദാമിൽ ഓലം പുൽമീനാമേ ശരണാത്തോനെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനിൻ ജീവസ്വരമതുണർത്തണമേ കബറിനു ധ്യാന തേന്നാൽ സൗമ്യങ്കാലസ്കുരേലായിസോൻ നാദാതാവകമിരിലോകം നിന്നധികാരം താരേങ്ങും ശ്രീവായ ജീവനേ തൻ പാർമു തീമൃതമോ സ്തോത്രം പദജീവ പ്രാതനെ കബറിനെ ചീടും നോനെ നിൻ പ്രേക്ഷകൻ റൂഹാക്കും ഹല്ലേലൂയ മരമതിലുയര കർത്താവേ കള്ളന കെട്ടിയ നെഞ്ചു വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോറും കൈക്കൊണ്ടേടേണം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവര് ആത്മശരീര മനസ്സുകളുടെ ശുദ്ധി ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവര് മാത്രമേ
കുർബാന അനുഭവിപ്പാനായിട്ട് മുമ്പോട്ട് വരാവൂ. അയോഗ്യമായി കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാനുള്ള ഇടയുണ്ടാകരുത് എന്നത് മനസ്സിലാക്കി ഒരുക്കത്തോടെയുള്ളവര് ലൈനിൽ അകലം പാലിച്ച് മുമ്പോട്ട് നിൽക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധമായ നിന്റെ തിരുവായ അരുളി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എന്റെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനവും ഭാഗ്യമുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമേൻ. നാദാ
ഉയരേകിയ നാഥാ, വന്ദിക്കും മട്ടഹസിച്ച് പറയണം. പിതാവുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകൈ നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമം സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ബത്രൈഹൂൻ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്ക് ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവൻ ഉന്നതയും മഹിമാടി സഹോദരന്മാർക്കും മൃഗരും കരുണയും ഉണ്ടാകാം. ശുഭഹോലോക് ശുഭഹോലോക് മോറൻ മാലോഹാൻ ലൗൽ മീൻ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് നീ തീർക്കരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളെല്ലാവരുടെ മേലും കരുണ തോന്നുകയും ചെയ്യണമേ. കൂലൻ റാഹേ മാലാൻ സ്തുതി പാടും ശരണം നീ ഉയർപ്പും നീ തന്നെ
കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും പകരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലസ്മാൻ ലവൽ ബി ആമേൻ. ബർഖ്മോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിഹാ തമ്പുരാനെ, കെടാത്ത അഗ്നിനരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നാളും സമർപ്പിക്കുന്നു. തോഷോ വബുകുലസ്മാൻ ലവൽ ബി ആമേൻ. പാറേക്കുമോ നിരിലും ആത്മാവതിലും സ്നാന ബെട്ട സുദേശൻ വിരുളു 40 നാളിൻ നോമ്പതു നന്നായി നോറ്റു. കൂറോടുടനെ സുരരാജ്യത്തിൻ വീല തുടർന്ന വചനബലത്താൻ മുക്കുവരെ തൻ പ്രേഷിതരാക്കി. പ്രേഷിത പത്രോസന്ത്രേമോസാമിവരും സോദരരും ഇടിയുടെ മക്കൾ മാർയാക്കോബും യൂഹാനോനും അതുപോൽ പലരും സപതൻ പണിയിൽ വിരവോടു ചേർന്ന ഞങ്ങളുടെ സഭ സേവനയത്നം ശുഭമാക്കണമേ. കർത്താവേ, തിരുവുള്ളം തുഷ്ടിപ്പെട്ട മുല്ലമരി ശോഭന്യപ്പെട്ട ഇറയറാ കണ്ടേ കീണം. വാത്സല്യമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും വഴിയാഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും വാങ്ങിപ്പോയുള്ള ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ വിജയകരമായ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റോഷമായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ തെറ്റുകളെ പരിഹരിക്കും. വിശ്വാസികളായി നിങ്ങളെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ,
നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലെ തൃപ്തരായിട്ട് പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതയിൽ നടത്തുന്നു. കുരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ, സ്തുതിക്കുമാകുന്നു. പാർക്കുമോ. എല്ലാവർക്കും അല്പസമയം അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. പ്രിയക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രകാശത്തിന്റെ പെരുന്നാളായ, ഉദയത്തിന്റെ പെരുന്നാളായ ദനഹ പെരുന്നാളിന് ശേഷമുള്ള പ്രഥമ ഞായറാഴ്ചയാണ്. ഇന്നത്തെ വേദഭാഗം നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ക്രിസ്തുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ സാഹചര്യത്തിൽ. എന്നാൽ ക്രിസ്തുവിന്റെ തെരഞ്ഞെടുപ്പ്, ക്രിസ്തു ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ ക്രിസ്തു പ്രതീക്ഷിക്കുന്ന ചില ക്വാളിറ്റീസ് എന്താണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് നല്ലവണ്ണം ബോധ്യപ്പെടുന്നുണ്ട്. ഇവിടെ എന്നെ കേൾക്കുന്നവരും എന്റെ മുമ്പിൽ ഇരിക്കുന്നവരും ഒക്കെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ്. നിയോഗങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്താക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചില നന്മകൾ, ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറെ ചിന്തിക്കേണ്ടത്. ഇവിടെ എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു ആശയമാണ്, ഒരു ചിന്തയാണ്. തമ്പുരാൻ ഒരു കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. നമുക്കറിയാം, ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു കടലിലൂടെ, കടലിന്റെ നമ്മൾ കാണാൻ പോയിട്ടുള്ളവരാണ്, നമുക്ക് പോകാൻ ഇഷ്ടമുള്ളതാണ്. ധാരാളം മുക്കുവന്മാർ, മുക്കുവ സഹോദരങ്ങൾ അവിടെ മീൻ പിടിക്കുന്നവരും ഒക്കെ കാണും. ക്രിസ്തുവും ഈ കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ 4 പേരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചാണ് ഈ ആഴ്ച വായിക്കുന്നത്. ധാരാളം മുക്കുവന്മാര് കണ്ടേക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മുക്കുവന്മാരെ തന്നെ തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നത്? അവരിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? ഇത് നമ്മൾ നല്ലവണ്ണം ചിന്തിക്കേണ്ടതാണ്. ക്രിസ്തു, നമ്മൾ വിചാരിക്കും വലിയ കഴിവില്ലാത്തവരെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്? എത്രയോ ഉന്നതരായ സമൂഹത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ സെലക്ഷൻ നമ്മൾ വേദപുസ്തകം ആദിയോടന്തം പരിശോധിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ ഒരു എക്സെപ്ഷനാണ്. എന്നാൽ മറ്റുള്ള എല്ലാവരെയും സാധാരണക്കാരായ കുറവുള്ള മനുഷ്യരെയാണ് ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ തിരഞ്ഞെടുത്തതിന് ശേഷം
ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ സമ്പന്നമാക്കിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ കൊള്ളാത്തവനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ വലിയ കഴിവോ സാമർഥ്യമോ പ്രാപ്തിയോ ഒക്കെ ഉണ്ടായിട്ടാണോ നമ്മൾ ഇവിടം വരെ എത്തിയത്? എന്തോ ഒരു ദൈവത്തിന്റെ കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതുള്ളത് കൊണ്ടല്ലേ ഞാനും നിങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ദൈവത്തിന് കഴിവുള്ളവരെ വേണ്ട. ദൈവം നോക്കുന്നത് വിശ്വസ്തത മാത്രമാണ്. കഴിവൊക്കെ ദൈവം തന്നുകൊള്ളും എന്നുള്ളതാണ് ഈ പാഠങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മുക്കുവന്മാരുടെ ജീവിതത്തിന്റെ ചില ക്വാളിറ്റി, ഒരു ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡിസൈപ്പിൾ, ക്രിസ്ത്യാനി എന്നൊക്കെ പേപ്പറിൽ ഡോക്യുമെന്റിൽ മാത്രം എഴുതാനുള്ളതല്ലേ. വൺ ഹു ഫോളോസ് ക്രൈസ്റ്റ്, വൺ ഹു ഇമിറ്റേറ്റ്സ് ക്രൈസ്റ്റ് എന്നൊക്കെയാണ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ ഒക്കെ അർത്ഥം. കുരിശുമാല ധരിക്കുന്നവൻ മാത്രമല്ല ക്രിസ്ത്യാനി. അതുകൊണ്ട് ഈ മുക്കുവന്മാരിൽ ക്രിസ്തു കണ്ട ചില പ്രത്യേകതകൾ, പെക്യൂലിയാരിറ്റീസ് എന്തായിരുന്നു? ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇത് മാത്രമാണ് ഈ കർത്തൃ ദിവസം, ഈ സ്വർഗീയമായ ആരാധനയുടെ പൂർത്തീകരണത്തിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. അതിലൊന്ന്, ഈ മുക്കുവന്മാരുടെ വലിയൊരു പ്രത്യേകത, അവർ രണ്ട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, കാത്തിരിക്കുവാനുള്ള, ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സ് ഈ മുക്കുവന്മാർക്കുണ്ടായിരുന്നു. മറ്റൊരു ക്വാളിറ്റി, അവരൊരിക്കലും നിരാശരായിരുന്നില്ലേ. നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും ഓൺലൈനിലൂടെയാണ് പലതും ഭക്ഷിക്കുന്നതും പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും. ഈ ഓൺലൈൻ ഫെസിലിറ്റി നല്ലതാണ്, പക്ഷേ ഇത് നമ്മെ കാത്തിരിക്കുവാനുള്ളൊരു മനസ്സിൽ നിന്ന് പലപ്പോഴും നമ്മെ പുറകോട്ട് വലിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും നമ്മളൊന്ന് കാണുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ ഒരു ചെറിയ അസ്വസ്ഥത നമുക്കുണ്ടായാൽ, ഒന്ന് ബഫറിംഗ് ഉണ്ടായാൽ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകും. ഒരു ബ്ലോക്കിൽ നമ്മൾ അല്പനേരം ഒന്ന് കിടന്നാൽ നമ്മൾ അസ്വസ്ഥരാവുകയാണ്. ഒരു സ്ഥാപനത്തിൽ പോയി അല്പനേരം ഒന്ന് കാത്തിരിക്കേണ്ടി വന്നാൽ, എന്തിന്, ദേവാലയത്തിൽ പോലും ആരാധനയുടെ സമയം ഒരല്പം നീണ്ടുപോയാൽ നമ്മളൊക്കെ അസ്വസ്ഥരാവുകയാണ്. അപ്പോൾ ക്രിസ്തു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു ക്വാളിറ്റി, നിനക്ക് കാത്തിരിക്കുവാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ്. ക്ഷമയോടെ കാത്തിരിക്കുവാൻ. ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു ക്വാളിറ്റി, അവര് നിരാശരായിരുന്നില്ലേ. കാരണം ഒരു ചൂണ്ട, അതിന്റെ അറ്റത്ത് ഒരു ഭക്ഷണം അല്ലെങ്കിൽ അതിന്റെ മീനിനെ പിടിക്കുവാനുള്ള ഇര ഇട്ട് മണിക്കൂറുകൾ ചിലപ്പോ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോ ഒരു ദിവസം പോലും കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അവർ നിരാശരായിരുന്നില്ലേ. അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സ് ഈ മുക്കുവ സഹോദരങ്ങൾക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ ദൈവരാജ്യ പ്രവർത്തനത്തിന്, നമ്മുടെ ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവം നമ്മളെ നോക്കുമ്പോ നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ട് എങ്കിൽ മാത്രമേ ഒരു ഗുഡ് ക്രിസ്ത്യൻ, എ മോഡൽ ക്രിസ്ത്യൻ എന്ന് അവകാശപ്പെടുവാനായിട്ട് നമുക്ക് അനുവാദമുള്ളൂ. രണ്ടാമതായി, ഈ മുക്കുവന്മാരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ചില നന്മകൾ, അവർ അസാധാരണമായ ധൈര്യശാലികളായിരിക്കും. കാരണം ആഴക്കടലിലാണ് ഇവര് മീൻ പിടിക്കുവാനായിട്ട് പോകുന്നത്. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവര് വീട്ടിലേക്ക് തിരിച്ചു വരിക. വരുമോ എന്ന് തന്നെ നിശ്ചയമല്ലേ. അത്രമാത്രം ഏറെ അതിസാഹസികമായ ഒരു ജോലിയാണ് മുക്കുവ സഹോദരങ്ങളുടേത്. ക്രൈസ്തവ ജീവിതവും ഇതുപോലെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനയുടെയും ദുഃഖത്തിന്റെയും വേർപാടിന്റെയും ഒക്കെ നടുവിൽ ധൈര്യശാലികളായി
ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വാളിറ്റി. പലപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാത്തപ്പോ നമ്മളൊക്കെ പലപ്പോഴും അസ്വസ്ഥരാവുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ പരിഭ്രാന്തരാവുകയാണ്. എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ നോക്കണം, ഒരു സാധാരണ മനുഷ്യരായ മുക്കുവന്മാരെ ക്രിസ്തു തിരഞ്ഞെടുക്കുമ്പോ അവരിൽ ദൈവം കണ്ട ചില നന്മകൾ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാതിരിക്കുക. മൂന്നാമതായി ഞാൻ അവരിൽ കാണുന്ന മറ്റൊരു ക്വാളിറ്റി, അവരെപ്പോഴും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഒരു മുക്കുവനോട് ചോദിച്ചാൽ അറിയാം, നല്ല മുക്കുവനോട് ചോദിച്ചാൽ അറിയാം, ഇന്ന് മഴ പെയ്യുമോ, ഇന്ന് നല്ല മീൻ ചാകര ഉണ്ടാകുമോ, ഇന്ന് കാറ്റും കോളും ഉണ്ടാകുമോ, എവിടെയാണ് വലയിറക്കിയാൽ നല്ല മീൻ സമ്പത്തുണ്ടാവുക. അങ്ങനെ പ്രകൃതിയോട് വളരെ അടുത്തു നിന്നിരുന്ന ഒരു സമൂഹമാണ്. ദൈവം എന്നിൽ നിന്നും നമ്മളിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു നന്മ, ഒരു ക്വാളിറ്റി, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളോട് പൊരുത്തപ്പെട്ട് അതിന്റെ താളലയങ്ങൾ, നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ നമുക്കിതിനെക്കുറിച്ച് ഒന്നും ഒരു ബോധവുമില്ലേ. എന്നാൽ മുക്കുവ സഹോദരങ്ങൾ അങ്ങനെയല്ലേ. അവരായിരിക്കുന്ന ഇടങ്ങളോട് പൊരുത്തപ്പെട്ട് അതിന്റെ താളലയങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. മറ്റൊരു ക്വാളിറ്റി, ഒരു മുക്കുവൻ ഒരിക്കലും തന്നെ പ്രൊജക്ട് ചെയ്യുന്നവനല്ലേ. ഇന്നലെ മെൽത്തോ കൺവെൻഷന്റെ 2ാമത്തെ ദിവസം അഭിമന്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനി പറഞ്ഞല്ലോ, ഇന്ന് സെൽഫി ഭ്രമം വല്ലാതെ കൂടുകയാണ്. നമ്മളെ തന്നെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ, നമ്മൾ തന്നെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോട്ടോ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്യാൻ, നമ്മൾ ദിവസം തോറും പ്രൊഫൈൽ പിക്ചറുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം നമുക്ക് ഒരു വലിയ ശിക്ഷയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ മുഖം ദൈവം അങ്ങ് മറച്ചു. ഒരു സമൂഹത്തിൽ അപ്പൻ മോളെ കണ്ടാലും ഈ മാസ്ക് വെച്ച് നടക്കുകയാണെങ്കിൽ തിരിച്ചറിയാൻ പോകുന്നില്ലേ? മക്കളെ കണ്ടാലും തിരിച്ചറിയാൻ പോകുന്നില്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. തിരുമേനി അതിന് പറഞ്ഞത് ഇത് മരണ സംസ്കാരമാണ്. എന്റെ വാക്കല്ല, ക്രിസോസ്റ്റമോസ് തിരുമേനി ഇന്നലെ പറഞ്ഞതാണ്. സ്നേഹിതരെ, ഒരു മുക്കുവൻ മീൻ പിടിക്കുന്ന സമയത്ത് അവന്റെ നിഴൽ ഒരിക്കലും വെള്ളത്തിൽ വരുവാൻ അവൻ ഇടയാക്കിയിരുന്നില്ലേ? അവൻ ഏറെ ശ്രദ്ധിക്കും അവൻ. കാരണം മുക്കുവന്റെ അല്ലെങ്കിൽ മീൻ പിടിക്കുന്നവന്റെ നിഴൽ വെള്ളത്തിൽ വീണാൽ മീൻ ഇര കൊത്തുകയില്ലേ? മീൻ പിടിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവർ എന്നെയല്ല പ്രൊജക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളെയല്ല പ്രൊജക്ട് ചെയ്യേണ്ടത്, ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതല്ലേ? ഞാൻ ഉൾപ്പെടെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ഇന്നെല്ലാം ഫാൻസ് അസോസിയേഷൻ ആണ്. വൈദികർക്കും ഉണ്ട്. അവരുടെ പാട്ടുകൾ, അവരുടെ ഹൂത്തോമുകൾ, അവരുടെ വായനകൾ, ഇതെല്ലാം ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാണ്. ഞാൻ എന്നെ തന്നെയാ കുറ്റം പറയുന്നത്, നിങ്ങളെ ആരെയല്ലേ. ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശൈലിയാണ് ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റതെല്ലാം ശാശ്വതമല്ലേ, ഓൺലി ഫോർ ടൈം ബീയിങ്. മറ്റൊരു വലിയ ക്വാളിറ്റി ഞാൻ ഇവരിൽ കാണുന്നത്, ഇവര് കർത്താവ് ഇവരെയൊക്കെ വിളിക്കുമ്പോ ഇവര് വല നന്നാക്കുന്നത് കാണുകയാണ്. ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ നിക്ഷേപങ്ങൾ രണ്ടാണ്. ഒന്ന് അവന്റെ പടക്, ബോട്ട്. രണ്ട് അവന്റെ വല. ഇതാണ് ഏറ്റവും വിലപ്പെട്ടത്. കർത്താവ് ഇവരെ വിളിക്കുന്ന സമയത്ത് ഇവര് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മീൻ പിടിക്കുവാനായിട്ട് പോയിട്ട് വന്നാൽ ചിലപ്പോൾ വലിയ മീൻകൂട്ടമൊക്കെയാണ് പ്രവേശിക്കുന്നതെങ്കിൽ
ഈ വലയുടെ കണ്ണികൾ പലപ്പോഴും പൊട്ടിപ്പോകും. പുതിയൊരു വല വാങ്ങിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഇവർ ഈ വല ഇരുന്ന് നന്നാക്കും. ക്രിസ്തു നടന്നു വരുമ്പോ ഒരുപാട് മുക്കുവന്മാരെയൊക്കെ ക്രിസ്തു കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഈ 4 പേര്, ഒരാൾ അപ്പന്റെ കൂടെ ഇരിക്കുന്നു, അപ്പനോട് ചേർന്ന് വല നന്നാക്കുകയാണ്. സെബദിയുടെ മക്കളായ ഇടിമക്കളായ യാക്കോബും യോഹന്നാനും. മറ്റേത് പത്രോസും അന്ത്രയോസുമാണ്. അവരെ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ പോരെ. നിങ്ങൾ ഇത്രയും നാള് ജീവനുള്ളതിനെ കൊന്നുവെങ്കിൽ, ഒരു മീനെ പിടിക്കുമ്പോ ജീവനുള്ളതിനെ കൊല്ലുകയാണ്. നിങ്ങൾ ആത്മീയമായി മരിച്ചതിനെയൊക്കെ ജീവിപ്പിക്കാനായിട്ട് ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില പൊട്ടിയ കണ്ണികളൊക്കെ ഉണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങളിലായിരിക്കാം, കുടുംബ ബന്ധങ്ങളിലായിരിക്കാം, മറ്റു പല മേഖലകളിലൊക്കെ ആയിരിക്കാം. ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒരു നല്ല ക്രൈസ്തവൻ, ടു ബി എ ഗുഡ് ക്രിസ്ത്യൻ. If you want to become a good Christian, നിങ്ങളുടെ പൊട്ടിയ കണ്ണികളെ ചേർത്ത് വെക്കുന്നവരെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഡിസൈപ്പിൾ ആയിട്ട് ദൈവം കാണുന്നത്. അങ്ങനെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഈ മുഖ്യ സഹോദരങ്ങളുടെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാകണം. നിങ്ങൾ ആരും പരക്കം പാഞ്ഞ് നടക്കേണ്ടതില്ലേ. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ, നിങ്ങൾക്ക് കഴിവോ സാമർഥ്യമോ പ്രാഗൽഭ്യമോ ഒന്നും ദൈവം നോക്കുന്നില്ലേ. ദൈവത്തോട് വിശ്വസ്തയോടെ നീതിയോടെ ജീവിക്കുന്നവരെയാണ് ദൈവം ഉയർത്തുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞു, ധൈര്യത്തോടെ ജീവിതം. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് പറയുന്നത്. മുഴുവൻ ചെന്നായ്ക്കളാണ്, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്, നമ്മെ കുറ്റം പറയുന്നവരാണ്, അസഭ്യം പറയുന്നവരാണ്. അവരുടെ മധ്യത്തിൽ നീതിയോടെ ജീവിക്കുക, ധൈര്യത്തോടെ ജീവിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ്. മൂന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, അത് പ്രകൃതി ആയിക്കൊള്ളട്ടെ, നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലായിക്കൊള്ളട്ടെ, അതിനോട് ചേർന്ന് ജീവിക്കുവാൻ, അതിന്റെ താളലയങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അടുത്തത് ഞാൻ പറഞ്ഞു, മുക്കുവന്മാരുടെ വലിയൊരു പ്രത്യേകതയാണ് അവരവരെ തന്നെ മറച്ചു വെക്കും. ഇത് ചെയ്തത് ചിലപ്പോൾ ഞാനായിരിക്കാം, നമ്മുടെ ശ്രേഷ്ഠതയായിരിക്കാം, പക്ഷെ പ്രൊജക്ട് ചെയ്യില്ലേ. ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്തും എന്ന് പറയുവാനുള്ള ആർജവത്വം നമുക്കുണ്ടാകണം. ഉടനെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിൽ അതിന് ലൈക്കും ഷെയറും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത്. 5 ഞാൻ പറഞ്ഞു, പൊട്ടിയ കണ്ണികളെ, ചില ബന്ധങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കൈമോശം വന്നിട്ടുണ്ടാകാം. നമ്മുടെ മാത്രം തെറ്റുകൊണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ലേ. അങ്ങനെയുണ്ടെങ്കിൽ അതും വിളക്കി ചേർത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നല്ല ക്രൈസ്തവനായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇടവകയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരുടെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുടെയും പേരുകൾ വായിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവർ റോയ് എബ്രഹാം, കമാൻഡർ ജോൺ ഫിലിപ്പോസ്, അന്നമ്മ ഡാനിയൽ, ഷീല പ്രസാദ് ഈപ്പൻ, റിയ സൂസൻ ജോൺ, ബേബി തോമസ്, സുനീത ജോൺ, സജിത് ജോസഫ് ലിനു ജോസ്, മലീക്ക ആൻ എബ്രഹാം, സേറ മറിയം ജോൺ, അലക്സ് പി ഉമ്മൻ, ലീല എബ്രഹാം, നിഷ സാറ ഫിലിപ്പ്, കെ ബി നൈനാൻ, വി സി മാത്യൂസ്, അരുൺ സേവ്യർ, ബീന മാത്യു, ടി ജെ ജെയ്സൺ, അമ്മണിക്കുട്ടി. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾ മിസസ് ആൻഡ് മിസ്റ്റർ ജോർജ് വർഗീസ് ആൻഡ് രഞ്ജന, കെ ജെ വർഗീസ് ആൻഡ് സൂസമ്മ, ടി ഐ വിൽസൺ ആൻഡ് പ്രേമ ഡേവിസ്, സി ജെ വർഗീസ് ആൻഡ് എലിസബത്ത്,
Abi S. Raj and Asha Susan, Jinu and Rexy M. George Peter and Asha, Subin John and Christine Joseph, P.K. Joseph and Mariama, Cherian Sakriya and Sheila D. Cherian. ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ഇടവകയുടെ എല്ലാ പ്രാർത്ഥന മംഗളങ്ങളും ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, നമ്മുടെ ആദ്യ ഫല ദശാംശം ഇടവകയിലെ നല്ല ശതമാനം ഇടവക അംഗങ്ങളും കുടുംബങ്ങളും നൽകി എന്നുള്ളതിലേറെ സന്തോഷമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാം, ദേവാലയം ഇപ്പോൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്, ദേവാലയത്തിന് എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിൽ ചിന്തയുണ്ടാകാം. പക്ഷേ തമ്പുരാൻ നമ്മളോട് പറഞ്ഞു, ദേവാലയത്തിനുള്ളത് ദേവാലയത്തിന് കൊടുക്കുവാൻ അവകാശപ്പെട്ടതും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുമാണ്. ദൈവത്തിന്റെ ഭവനത്തിന് കൊടുക്കുക, അത് ദൈവത്തിന്റെ ഭവനം കൈകാര്യം ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. ചിലപ്പോൾ നമ്മൾ മറ്റു പല ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തിന് കൊടുക്കുവാനുള്ളത് ദൈവാലയത്തിൽ തന്നെ കൊടുക്കണം. ചാരിറ്റി നിങ്ങൾ വേറെ ചെയ്തോളൂ. അതുകൊണ്ട് പ്രകാരമുള്ള ആദ്യഫല ദശാംശം നൽകിയിട്ടുള്ള എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ചില കുടുംബങ്ങൾ ഇനിയും നൽകുവാനായിട്ടുണ്ട്, നൽകാമെന്ന് അവര് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഒട്ടും താമസിയാതെ പള്ളിയുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഇടവകയുടെ കമ്മിറ്റി അംഗങ്ങളുടെ കൈകളിലോ ട്രസ്റ്റിയുടെയോ സെക്രട്ടറിയുടെ കൈകളിലോ അത് ഏൽപ്പിക്കണം. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ നിർബന്ധമായും ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജോസ് ടി തോമസിന്റെ അടുക്കൽ അത് വിളിച്ച് പറയണം എന്നുള്ള കാര്യം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇടവകയ്ക്ക് നൽകേണ്ട വിഹിതങ്ങൾ, പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷൻ, സഭ നിശ്ചയിച്ചിട്ടുള്ള കവറുകൾ, കാതുലിക്ക ദിനം, ഭദ്രാസന ദിനം, സെമിനാരി, മിഷൻ സൺഡേ എന്നീ കവറുകൾ ധാരാളം ഇടവകാംഗങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നൽകാത്തവര് അത് പള്ളിയിൽ നിന്ന് അത് മനസ്സിലാക്കി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ആ കവറുകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒട്ടും താമസിയാതെ അത് പള്ളിയിൽ തിരിച്ച് നൽകുവാനായി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മെൽത്തോ 2021 ഓൺലൈൻ യോഗത്തിന്റെ അവസാനത്തെ സുവിശേഷ യോഗം ഇന്ന് രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് നമ്മുടെ സഭയുടെ ഔദ്യോഗിക വാർത്താ വിനിമയ ചാനലായ ഗ്രിഗോറിയൻ ടിവിയിലും അതുപോലെ ACV മെറ്റ്ലി എന്ന ചാനലിലും ലോകത്തെമ്പാടുമുള്ള നമ്മുടെ സ്നേഹിതർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കാണുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് മാവേലിക്കര ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലീത്ത അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് തിരുവചന സന്ദേശം നൽകും. പ്രത്യേകിച്ച് എനിക്ക് ഏറെ സന്തോഷമുള്ളത് അതിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ വർഷം നമ്മള് ദേവാലയങ്ങളിൽ നിന്നൊന്നും കൂടുതലായിട്ട് ഒരു എമൗണ്ട് കളക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി നമ്മുടെ ഈ ദേവാലയം, അതിന്റെ കമ്മിറ്റി വളരെ ഉത്സാഹപൂർവം ഈ ദേവാലയത്തിൽ നിന്നൊരു വിഹിതം അതിനുവേണ്ടി നൽകി എന്നുള്ളതിലേറെ, പ്രത്യേകിച്ച് ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങളോടുള്ള പ്രത്യേകമായ എന്റെ വ്യക്തിപരമായ ഇടവകയുടെ വികാരി എന്നുള്ള നിലയ്ക്കല്ല, മെൽത്തോ കൺവെൻഷന്റെ കൺവീനർ എന്നുള്ളതിന്റെ പേരിൽ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ഇടവകയിലെ പല സ്നേഹിതരും അവരവരെ കൊണ്ടാകുന്ന ഒരു എമൗണ്ട് നൽകിയിട്ടുണ്ട്. അവരോടുമുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വരുന്ന ശനിയാഴ്ച നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. 40 പേർക്കാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരിക്കുക. സീനിയർ ആയിട്ടുള്ള അംഗങ്ങൾക്കും എല്ലാം സംബന്ധിക്കാം. അങ്ങനെ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവര് ഇടവകയുടെ ട്രസ്റ്റിയുടെ അടുക്കൽ മുൻകൂട്ടി തന്നെ, വെള്ളിയാഴ്ചയൊന്നും ആകാൻ നിൽക്കരുത്, മുൻകൂട്ടി തന്നെ പേരുകൾ നൽകണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്പോൾ മൺമറഞ്ഞവരെ ഓർത്തുകൊണ്ട് പ്രത്യേകമായ ധൂപപ്രാർത്ഥന നടത്തുന്നു. അതേ തുടർന്ന് കാണിക്കയർപ്പിച്ച് ഞങ്ങൾക്ക് അകലം പാലിച്ച് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു.
മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നരനുടെ നാൾകൾ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനും ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിന്ന രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചം നിൻ വിലയേറും രക്തകാസപാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ. ജീവിപ്പിപ്പാനെഴുന്നള്ളം രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു. നയവാൻമാർദ്ദൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടും. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ സൃഷ്ടിപ്പിനെ പുതുക്കി അനുകൂലമാക്കണമേ. കർത്താവേ, ശരണത്തിൽ മരിച്ച് വരവിനായി നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചു പോയിട്ടുള്ളവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവരാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായ നിലവിളിച്ച് അട്ടഹസിച്ച് പറയുമാറാകണമേ. ആമീൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ ഞങ്ങൾ എല്ലാവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. വിശുദ്ധ കുർബാനയിലും ധൂപപ്രാർത്ഥനയിലും ഞങ്ങളോടൊപ്പം സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാം കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആമീൻ.